ഇവിടെ തന്നെ റോഡ് ഇങ്ങനെ ആയില്ല, നല്ല കാറ്റ് കൊണ്ടിട്ടാ. നമ്മളെ നാട്ടിലൊരു കരിങ്കല്ല് കോറിക്ക് എങ്ങനെ പോക്ക്, അതുപോലുള്ള റോഡുകൾ. ഇറങ്ങിപ്പോകാനുള്ള സ്ഥലം നോക്കുകയാണെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ. ഇവിടുന്ന് ഒറ്റ ചാട്ടാടിച്ചായിട്ട് ബേത്തുണ്ട്. ഈ പണ്ടാറാണെങ്കിൽ കെയ്യണൂല്ല വളവ്. ഇനി എത്ര താവണടിക്ക് പാമ്പ് പോണ അതിൽ പൂ തന്നെയാണ്. ഇതൊന്നും നാളെ പെരുന്നാളൊന്നും തോന്നുന്നില്ല. ഇത് അത്യാവശ്യം ഡേഞ്ചറാണ്. എന്താന്ന് പറഞ്ഞാൽ ചെരലും കല്ലും പൊടിയും ഒക്കെ കൂടി മിക്സ് ആയിട്ടാണ്. ആ ചെരലിൽ സ്കിഡായി പൊടിയിലും വീണ ക്യാരം ബോർഡിലും സ്പീഡ് ബോർഡ് ഇട്ട് മൈക്ക് പോക്കാണ്ട് പോകും. അപ്പോൾ എടുത്താമേ ഭായ് ഇതർ സെ തോടെ ഹെൽപ്പിങ് है अच्छा. ഈ വീല് പോയ ഗ്യാപ്പ്, ഈ വീല് പോയ ഗ്യാപ്പ്, ഈ വീല് പോയ ഗ്യാപ്പ്, ഇതിർക്ക് ഈ ഗ്യാപ്പ് പോ, ആ വീല് പോയ ഗ്യാപ്പ് പോ. അച്ഛനാ ഇവിടെ ഒന്ന് കുടുങ്ങി. ഞാൻ ആ സൈഡിൽ കൂടി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കയറിപ്പോയി. ഇവിടെ വലിയൊരു പാറുണ്ട്, അതിമല കുടുങ്ങിയത്. उधर से टायर है भाई भाई, ऊपर ऊपर टायर है, इधर ऊपर ऊपर ऊपर. आई वाह ओके. വില്ലേജ് വൈബ്സിന് മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കില്ലാറിലാണ്. കില്ലാറിൽ ഇപ്പോൾ കിസ്തുവാറിലേക്ക് പോകാൻ നിൽക്കുകയാണ്. കിസ്തുവാർ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ഡേഞ്ചർ റൂട്ടാണ് കില്ലാർ കിസ്തുവാർ റൂട്ട്. പക്ഷേ ആ റോഡ് ഇപ്പോൾ ക്ലോസ് ആണെന്നാണ് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ ഗൂഗിൾ മാപ്പിലാണ് റൂട്ട് കാണിക്കുന്നുണ്ട്. അത് ഇനി ഏതാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം ഏത് റൂട്ടിലാണ് നമ്മളെ കൊണ്ടുപോകണമെന്ന് അറിയില്ല. ഈ കാണുന്നതാണ് കില്ലാർ ടൗണ്. പക്ഷെ ഇവിടെ പെട്രോൾ പമ്പ് ഇല്ല കേട്ടോ. പെട്രോൾ നമുക്ക് ബ്ലാക്കിന് കിട്ടും, ഡീസൽ കിട്ടും. ഡീസൽ അവിടെ KSRTC സ്റ്റാൻഡിൽ ഡീസലിൽ അതുണ്ട്, പെട്രോൾ അതിലില്ല. ഇവിടെ ബ്ലാക്കിന് കിട്ടും, കടകളിലൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി ലിറ്ററിന് എന്താ വില എന്നൊന്നും അറിയില്ല. പെട്രോൾ ചോദിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പറയും ഇങ്ങോട്ടാണ്, ഇങ്ങോട്ട് പോകുമ്പോൾ പറയും അങ്ങോട്ടാണ്. അങ്ങനെ കളിച്ച് ചോദിച്ചിനോടത്തൊന്നും പെട്രോളും ഇല്ല. ഇനിയിപ്പോൾ മണാലി റോട്ടിൽ പോകണമെന്ന് പറഞ്ഞു പോയി നോക്കാം. ഒരു എന്താ പറയുക, ഒരു കറക്റ്റ് ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാത്ത ആളുകൾ, ഒരു സഹകരണമല്ലേ സത്യം. നമുക്ക് ഇത്രയും പോയ സ്ഥലങ്ങൾ വെച്ചിട്ട് എല്ലായിടത്തും ആളുകളെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആളുകളോടൊക്കെ എന്തായാലും ചോദിച്ചാൽ നമ്മളെന്തൊക്കെ തെറ്റ് ചെയ്ത പോലെ ആളുകളെ ഒരു മറുപടിയൊക്കെ തരുന്ന പോലെ ഒരു സഹകരണം ചെയ്യാത്ത ആളുകൾ. നമുക്ക് പെട്രോൾ കിട്ടിയിട്ടാ ഈ കാണുന്ന ഷോപ്പിൽ നിന്ന്. ലിറ്ററിന് 125 രൂപ ഇട്ടാ. എന്നാലും നഷ്ടമില്ല, ലാഭം തന്നെയാണ്. കാരണം ഇങ്ങോട്ടൊക്കെ സാധനത്താൻ അത്രയും ബുദ്ധിമുട്ടുണ്ട്. കിസ്തുവാർ 115, പാറ്റ്ന ടോപ്പ് 253, ജമ്മു 318. ഈ റൂട്ടിലാണെങ്കിൽ നമുക്ക് പോകാനുള്ളത് കേട്ടോ. നമ്മൾ ഇന്നലെ കയറി വന്ന റോഡാണ് ആ കാണുന്നത് കേട്ടോ. കാണുമ്പോൾ തന്നെ ഇപ്പോൾ എന്തോ പോലെ ഉണ്ട്. നല്ല ഇത് കില്ലാർ വില്ലേജുകളാട്ടോ ഈ കാണുന്നൊക്കെ. മുകളിലൊക്കെ ഉള്ളത് ചെറിയ ടൗണാണ്. ഇവിടെയൊക്കെ സൈഡ് ഭിത്തികൾ ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നും നമുക്ക് വലിയ പേടിയില്ല. പക്ഷെ ഒരു നല്ല കാറ്റടിക്കുന്നുണ്ട് മുഖത്തേക്ക്. നമ്മൾ ഹെൽമെറ്റ് ഇട്ടിട്ടും ഉള്ളിലൂടെ കാറ്റ് കയറുന്നുണ്ട്. തണുത്ത കാറ്റാണ്, ചുണ്ടൊക്കെ പൊട്ടലൊടിക്കും. ഇത് ഇവിടെ തന്നെ റോഡ് ഇങ്ങനെ ആയില്ല, നല്ല കാറ്റ് കൊണ്ടിട്ടാ. ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് അവിടെ കൊണ്ടുപോയിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടുന്ന് താഴേക്കുള്ള താഴ്ച നോക്കുകയാണ് ഈ റൂട്ടിലൂടെ നമുക്ക് പോകാനുള്ളത്. അടുത്തേക്ക് പോകാൻ തന്നെ തോന്നില്ല, അത്രയും താഴ്ചയാണ്. രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. മലമൊന്ന് വെള്ളം കുത്തി അയച്ച് വരുന്ന നോക്കാണ്. ബെയിലി ബ്രിഡ്ജ്.
നമ്മളെ വയനാടുണ്ടായ ദുരന്തം ഉണ്ടായപ്പോൾ നിർമ്മിച്ച ബെയിലി ബ്രിഡ്ജ് പോലുള്ള പാലാണ് ഇതൊക്കെ. റോഡ് കഴിഞ്ഞല്ല, എവിടുക്ക ഈ കൊണ്ടുപോണത്? പറമ്പ് കൂടിയൊക്കെ അതാ കൊണ്ടുപോണത്. എവിടുക്കായി കൊണ്ടുപോണ ആളെ? റോഡിൻ്റെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. നിരന്ന സ്ഥലത്ത് ഇങ്ങനത്തെ റോഡാണെങ്കിൽ കുഴപ്പമില്ല, കയറ്റത്തൊക്കെ ഇതാകുമ്പോഴാണ് വിഷയം. കയറി പോകാനും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഓഫ് റോഡ് ഓടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ കില്ലാർ കിസ്ത്വാർ റൂട്ടിൽ ബസ് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു ഹിമാചലിൽ. അതൊക്കെ ഈ റൂട്ടിൽ ഇങ്ങനെ ബസ് പോകുന്ന ഞാൻ ആലോചിക്കുന്നു. ഏതൊക്കെ പറമ്പ് കൂടെ ഒക്കെ അതൊക്കെ കൊണ്ടുപോണ്. നമ്മൾ ഒരുപാട് ദൂരം അതുപോലുള്ള റോഡ് കയറി പോന്നിട്ട് അപ്പോൾ അത് കുറച്ച് നിരപ്പായ സ്ഥലത്തിട്ടുണ്ട്. കുറേ കഴുതകൾ പോകണേ, 1 2 3 4 8 കഴുതകൾ. ഇവിടെ മലമുകളിലേക്ക് സാധനം കൊണ്ടൊക്കെ ഇതുപോലുള്ള കഴുതപ്പുറത്താട്ടാണ്. ഈ സാധനമാണ് നമുക്ക് ഡേഞ്ചർ. നമ്മൾ ടയറിൽ ഇരുന്നാൽ നമ്മൾ വണ്ടി മറിയണം. എന്നാൽ തന്നെ മച്ചാനൊന്ന് വീണിക്കണ. അങ്ങനെ നമ്മൾ പാടർന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് കേട്ടോ, അതോ ഒരു വണ്ടി നോക്കണി എവിടുന്ന് വീണാണോ. ഉള്ളിൽ വെള്ളം കയറുമോ? ഷൂവിൻ്റെ ഉള്ളിലും വെള്ളം കയറി. ഈ മണൽ കൂടി ഇത് താഴെ ഇറക്കലും കുറച്ച് പണി തന്നെയാണ്. ഇറങ്ങിപ്പോകാനുള്ള സ്ഥലം നോക്കുകയാണെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ. ഇവിടുന്ന് ഒറ്റ ചാട്ടടിച്ചായിട്ട് ബേത്തുണ്ട്. തെളിങ്ങണ് പൊടിമണ്ണ്. ഈ പണ്ടാറാണെങ്കിൽ കെയ്യണൂല്ല വളവ്. ഇനി എത്ര താവണടീക്ക് പാമ്പ് പോണ അതിൽ പൂ തന്നെയാണ്. ഒന്നും നാളെ പെരുന്നാളൊന്നും തോന്നുന്നില്ല. ഇത് ഇറങ്ങണതിനനുസരിച്ച് കൂടുക തോന്നുന്നുണ്ട്. ഇറങ്ങുന്നതനുസരിച്ച് കൂടി കൂടി വരണമായിരുന്നു. ഇനിയും ഇറങ്ങാനായിട്ട താഴേക്ക് കൂടി ഉള്ളൂ. ഇനി നമുക്ക് പോകാനുള്ള റോഡാണ് ആ കാണുന്നത് കേട്ടോ. അതാ അവിടുന്ന് അങ്ങനെ തിരിഞ്ഞ് 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 ഈ താഴേക്ക് ഇറങ്ങണം. ഇവിടെയൊക്കെ മലമുകളിൽ ഐസ് ഇപ്പോൾ ഉരുകാതെ കിടക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ അത് അവിടെ ചെറുതായിട്ട് കാണുള്ളൂ. അതുപോലെ ഈ ഗ്യാപ്പിലുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് മണിക്കൂറുകൾ ഒരുപാട് കിലോമീറ്ററുകൾ ചോദിച്ചിട്ടാ കാറ് കണ്ടിട്ടാ നമ്മൾ ആ ഇറക്കൊക്കെ ഇറങ്ങി വന്ന് ചെറിയൊരു ഗ്രാമത്തിലെത്തി. ഇവിടുന്ന് നൂഡിൽസൊക്കെ കഴിച്ച് കയറി നല്ല പൈസ ആവുന്നു. പക്ഷേ 25 രൂപ ആയിട്ടുള്ളൂ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായപ്പോൾ ഞാനവിടെ എത്തി നിർത്തിയിട്ട് കുറേ നേരം മച്ചാനെ പറ്റിയത്. അപ്പോൾ മച്ചാനെ കാണില്ല.
അപ്പോൾ ഞാൻ മൂപ്പരോട് ഇവിടെ ഫുഡ് ഇട്ട് വെച്ച് ചായ ഇതൊക്കെ ഇവിടെ കിട്ടും തന്നെ അവിടുത്തെ പോലീസുകാർ. അങ്ങനെ ഇവിടെ വന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ മച്ചാനും കൊണ്ടെത്തി. വേറൊരു വാട്ടർഫാൾസോ അത് റോഡിലൂടെ ആട്ടോ പോകുന്നത്. അവിടുത്തെ ചാടിയിട്ട് റോഡിലൂടെയാണ് ഒഴുകുന്നത്. ഇത് 4-ാം വാർഡാന്ന് തോന്നുന്നുണ്ട്. 3-ാം വാർഡൊക്കെ താറിട്ടിക്കണ്. ഏതാണ് ഇപ്പോൾ റോഡ് എന്നൊരു ഐഡിയ ഇല്ലല്ലോ. ഇതൊക്കെ ഒരു ഐഡിയ കിട്ടണില്ല ഇവിടെ. മച്ചാനെ പഴയ റോഡ് ഇതായിരിക്കാം ചിലപ്പോൾ. ഇത് കേടുന്ന കാരണം അങ്ങനെ പുതിയ റോഡ് ഉണ്ടാക്കിയതാവാനാണ് സാധ്യത. നമ്മൾ ആണ്ടും കൊണ്ട് പോയിട്ട് വൈകി 2 ഘട്ട സ്ഥലത്തേക്ക് കൂടുന്നുണ്ട്. നമ്മൾ കുറച്ച് അവിടെ നിൽക്കുക. ഏതെങ്കിലും ലോറിക്കാർ വരുമോ നോക്കുക. भाई ये किस तरह रोड है? पाटर बाद में किस तरह? थोड़ा ही बचा है. ओके. रोड डेंजरस है. कहाँ से आए आप? केरला. केरला से. वेरी गुड. अच्छी बात. ओके. ओके ठीक है. रोड जाएगा. ओके. നമ്മൾ അവരോട് ചോദിച്ചു ഒന്നും കൂടി ഉറപ്പ് വരുത്തി. ഈ ഒരു വാട്ടർഫാൾസ് കൂടി ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ടിൽ. മേലക്ക് റോഡൊക്കെ കാണുന്നുണ്ട്. ഇനി കയറ്റം കയറി പോണം. വെള്ളം കലങ്ങി മറിഞ്ഞു ഒഴുകുന്നു. മച്ചാനെ വെട്ടിനപ്പോൾ നമ്മൾ തള്ളി കയറ്റിയതാ. മച്ചാനക്ക് ഇപ്പം തള്ളാനുള്ള ആവതുണ്ടാവില്ല. മച്ചാനെ വണ്ടി നിർത്തിയിട്ട് ഞാൻ തള്ളാനുള്ള പരിപാടിയാണ്. मचाना मचाना मचान ये व्हील वो गैप पड़ता मैं भाई इधर से थोड़ा हेल्पिंग है. मचान ये व्हील वो गैप ये व्हील वो गैप ये व्हील वो गैप इधर किधर 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 ये गैप पो आ व्हील वो गैप पो തിരിയായിരുന്നു ലോഡില്ലാണ്ട്. ആ അതാണ് എൻ്റെ വണ്ടി നിലത്തേക്ക് വെയിറ്റ് ചെയ്യുന്നില്ല. ചിൻ്റെ വണ്ടിക്ക് എന്താണെന്ന് അറിയോ, നിലത്ത് പുടുത്തുണ്ട്. പക്ഷെ ഇത് കാറുള്ള പവർ ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല. അത്രയും ലോഡാണ്. ഏതായാലും കുഴപ്പമില്ല, കയറ്റില്ല രണ്ടാളും. ഞാൻ മച്ചാനോട് പറയാം, നമ്മൾ ഒരു വണ്ടി കയറ്റിയിട്ട് അടുത്ത വണ്ടി കയറ്റാൻ മറ്റേത് 2 വണ്ടി കൂടി സ്ഥലത്ത് നിന്നാൽ തള്ളാൻ പറ്റൂല വിട്ടുകാണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഫ്രീ ആകുമ്പോൾ ഓൻ്റെ എനിക്ക് തള്ളാം, ഓൻ ഫ്രീ ആണെങ്കിൽ എൻ്റെ ഓനക്ക് തള്ളാം. ഓക്കെ ഇനിയിപ്പോൾ അടുത്ത കടമ്പോ എന്താന്ന് ആർക്കറിയാം.
പൊടിയിൽ മുങ്ങിക്കണ്. അച്ഛനാ ഇവിടെ ഒന്ന് കുടുങ്ങി. ഞാൻ ആ സൈഡിൽ കൂടി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കയറിപ്പോയി. ഇവിടെ വലിയൊരു പാറ ഉണ്ട്, അതിമല കുടുങ്ങിയത്. उधर से टायर है भाई, ऊपर ऊपर टायर है, इधर ऊपर ऊपर ऊपर. आई वाह ओके. കയറി ഇനി ഉണ്ടാന്നാവോ ആ ടച്ചോനെ കഴിച്ചിട്ട് തുപ്പാനും വെച്ചാൽ മധുരം കൊണ്ട് ഇറക്കാനും വെച്ചാറിന് അവസ്ഥ. തിരിച്ചു പോയതിനേക്കാളും വലിയ കാറ്റക്കാരുള്ളത്. ഡാറ് വീണ്ടും ആകെ പൊടിയിൽ മുങ്ങിയൊരു കഥ ഇരിക്കുന്നു. അല്ലാ നല്ല മനോഹരമായൊരു തായ്വാര. അവിടെ എന്തൊക്കെ കൃഷികളാണ് തോന്നുന്നു നടക്കണ കേട്ടാ. ഫുള്ളിങ്ങനെ തട്ടായി തിരിച്ചിട്ട് നല്ല റോഡ് വരും, ചളി വരും. ഇതാ വീണ്ടും എന്താ പറയുക, ഇനി അവിടെ ഒരു കുത്തനെ കയറ്റുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താണെന്നല്ല, അതിന് മുന്നിലൊരു ഫാൾസും ഉണ്ട്. ആ കാറ്റ് എന്താ പാടുന്നാവും. അത്യാവശ്യം കുത്തനുള്ള കാറ്റാന്ന് തോന്നുന്നുണ്ട്. കലങ്ങി കുത്തി മറിഞ്ഞ് വരുന്നത് വെള്ളം. ഇനിയും കയറ്റം തന്നെ കേട്ടാ. താഴെ നോക്കണേ ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഒരു ടൗൺ ഇട്ടാ. ഒരു ടൂറിസ്റ്റ് സ്പോട്ടാന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് ടെമ്പോ ട്രാവലും കാറുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട് അവിടെ. ആ റിവർ എങ്ങനെ അതിലൂടെ ഒഴുകണ്. നല്ല പച്ചപ്പുള്ള പ്രദേശം, ഒരുപാട് വാഹനങ്ങളുണ്ടല്ലോ അവിടെ. നല്ല തിരക്ക് പിടിച്ചൊരു ടൗണാണല്ലോ. भाई ये जगह का नाम क्या है? ये जगह नाम गुलाबगढ़. ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കട്ടെ. പക്ഷെ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഭംഗിയില്ല, കാരണം സൂര്യൻ അത്യാവശ്യം ഇതിലടിക്കുന്നുണ്ട്.
ഇപ്പം നോക്കണേ ബീച്ചിലൊക്കെ പോയ മാതിരി ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ട് നോക്കുകയാണെ. ടൗൺ അത്യാവശ്യം തിരക്ക് പിടിച്ച ടൗണാണ്. നമ്മൾ ആ ടൗണിൽ നിന്ന് പോന്നിട്ട് ഇതാ ഒരു ബേലി ബ്രിഡ്ജ് ഉണ്ട്, അത് ക്രോസ് ചെയ്തിട്ട് വേണം ഈ മറുകര കിടക്കാൻ. ഇനി കുഴപ്പമില്ലാത്ത റോഡാണ് തോന്നുന്നുണ്ട് കേട്ടോ. കുത്തി മറിഞ്ഞ് ഒഴുക കേട്ടോ. നമ്മളെ ബൈക്ക് ഇപ്പോൾ നിർത്തിയ സ്ഥലം നോക്കുകയാണെ, ഒരു പാറ നോക്കുകയാണെ, ഇങ്ങനെയൊക്കെ വെട്ടി റോഡുണ്ടാക്കിയിരിക്കണേ ഇവിടെ. താഴെ കൂടി തന്നെ ആദ്യം അങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. ആ മലകളൊക്കെ നോക്കുകയാണെങ്കിൽ എത്ര ഹൈറ്റിലാണ് ഇപ്പോൾ. രണ്ട് മലകൾക്കിടയിലൂടെയാണ് ഇങ്ങനെ യാത്ര ചെയ്യണം നമ്മൾ. ഏതോ ഒരു ലോകത്തിലൂടെ സഞ്ചരിക്കണ പോലെ ഉണ്ട് ഇവിടുന്ന്. എന്തൊക്കെയൊക്കെ നമ്മളെ മുന്നിൽ കാണുന്നത് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. റോഡ് കൂടിയാ പോണത് എന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ കിസ്തുവാറിലെത്താനായി തുടങ്ങിയിട്ട് ഏകദേശം ഇനി 28 കിലോമീറ്റർ ഇവിടുന്ന് കിസ്തുവാർക്കുണ്ട്. ഷാഷു എന്ന് പറഞ്ഞൊരു ഗ്രാമമാണിത്. പാടർ, ഷാഷുവ പാടർ എന്ന സ്ഥലമാണ്. നമ്മളൊരു ചായ എടുക്കാൻ നിർത്തി. അവിടെ മച്ചാനെന്നുണ്ട് മാറിയ കുറേ പൊരിക്കടിയൊക്കെ അവിടെ കാണുന്നത്. പൊരിക്കടി ജില്ലും കൂട്ടിൽ ഇറങ്ങിയിരിക്കണം. കുറേ ആയിട്ട് പൊരിക്കടികളൊക്കെ ഉണ്ട്. ബായ് ആപ്കാ നാം? ബൽവാൻ സിംഗ്. ബൽവാൻ സിംഗ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കടയാണിത്. ഒരു ചെറിയ കട കേട്ടോ. ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കണേ. ചായക്കടൻ്റെ ഇവിടുന്നുള്ള വ്യൂ ഒന്ന് നോക്കുകയാണെങ്കിൽ ഓ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ചായക്കടൻ്റെ ഇവിടുന്ന്. അപ്പം ഞാൻ പൊക്കവട കഴിക്കുകയാണ്. പൊക്കവട കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്. നോക്കുകയാണെ ഈ കാണുന്ന വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. വൈഡാൻ കിട്ടുന്നതാണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന വ്യൂ. ഇവിടെ ഒരു ബ്രിഡ്ജിൻ്റെ പണിയൊക്കെ നടക്കുന്നില്ല. ആദ്യം താഴെ കൂടി അങ്ങനെ കഴിക്കണേ. അപ്പം ഇനി ഇത് കഴിക്കട്ടെ. നമ്മൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ കുറേ ആളുകൾ കമ്പനിയായി നമുക്ക് ഇവിടുന്ന്. ഇപ്പോൾ സമയം എത്ര കഴിക്കണമെന്ന് നിങ്ങൾക്ക് 7:18. എന്നിട്ടുള്ള വെളിച്ചം നോക്കുകയാണ്. നമ്മളെ നാട്ടിലൊക്കെ കൂരാകൂരി ഇരുട്ടായിട്ടുണ്ടാവും ഈ സമയത്ത്. 7:18 ഇവിടുത്തെ വെളിച്ചം നോക്കുകയാണ് കാലാവസ്ഥ. അപ്പോൾ നമ്മളിതാ കിസ്ത്വാർ പോണ സമയത്ത് ഇവിടെ ഒരു മന്ദിറിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയാണ്. ഇതാണ്ട മന്ദിർ കാര്യങ്ങളൊക്കെ. മന്ദിർ ഇതല്ല, മന്ദിറിൻ്റെ ഫുഡ് കോർട്ടാണിത്. സമയം അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ഇതിന് മുന്നേ കുറേ ക്ലിപ്പ് എടുത്തിരുന്നു. അതൊക്കെ ഞാൻ ഈ റീല് മോഡൽ എടുത്തിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൻ്റെ ഓപ്ഷൻ ആക്കാൻ മറന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നേരത്തെ ഫുഡ് കൊടുത്ത് അതുപോലൊരു സ്ഥലം. അപ്പോൾ ഇവിടെ കിടന്നുറങ്ങാനൊക്കെ സൗകര്യം, ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇവിടെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.